ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന് നിർണായകമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നെന്നാണ് SIT പറയുന്നത്. റോഷിപാൽ കൂടിയുണ്ട്. റോഷിപാൽ, തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിൽ പലരെയും ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ആ ഘട്ടങ്ങളിലൊന്നും തന്നെ ഏതെങ്കിലും തരത്തിൽ തന്ത്രിക്ക് കൃത്യമായി ഇതിൽ അറസ്റ്റിലേക്ക് നയിക്കാവുന്ന ബന്ധമുള്ളതായുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്വേഷണ സംഘം സമയമെടുത്ത് ഓരോരുത്തരുടെയും മൊഴികൾ ശേഖരിച്ച്, തെളിവുകൾ ശേഖരിച്ച് ഒടുവിൽ ഇതാ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. വിനിത, അങ്ങനെയാണ്. വളരെ വിശദമായ അന്വേഷണമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം നടത്തിയ ചോദ്യം ചെയ്യൽ, പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങൾ, ദേവസ്വം ബോർഡ് അധ്യക്ഷൻ പത്മകുമാർ, വാസു അടക്കമുള്ളവരെ ചോദ്യം ചെയ്തു. അതിനൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് വിശദമായ പരിശോധന നടത്തിയപ്പോഴാണ് ഇതിൽ തന്ത്രിയായ രാജീവ് ഖണ്ഡറിന്റെ പങ്കാളിത്തം അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതിനുശേഷമാണ് അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് നീങ്ങുന്നത്. വളരെ രഹസ്യമായ നീക്കങ്ങളാണ്. ഒരു തരത്തിലും ഈ തന്ത്രിയിലേക്ക് അന്വേഷണം എത്തുന്നു എന്നതിന്റെ സൂചനകളും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ സൂചനകൾ പുറത്തു വന്നിരുന്നെങ്കിൽ പ്രതിരോധം തീർക്കുമായിരുന്നു തന്ത്രി രാജീവ് ഖണ്ഡർ. കാരണം സൂക്ഷ്മമായി തന്നെ എല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു തന്ത്രി. ഒരു ഘട്ടത്തിൽ പോലും അന്വേഷണം തന്നിലേക്ക് വരില്ലെന്ന ഉത്തമ ബോധ്യത്തിലായിരുന്നു തന്ത്രി രാജീവ് ഖണ്ഡർ. ഒടുവിൽ രാജീവ് ഖണ്ഡർ കുടുങ്ങുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമല സന്നിധാനത്ത് എത്തിച്ചത് രാജീവ് ഖണ്ഡർക്ക് പ്രധാന പങ്കുണ്ടെന്ന് കണ്ടെത്തുന്നു. അതിനപ്പുറത്തേക്ക് ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ നേതൃത്വം നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ സഹായങ്ങളും നൽകിയത് രാജീവ് ഖണ്ഡറാണ്. നിർദ്ദേശങ്ങൾ നൽകുന്നു. അവിടെ ഭരണസമിതിക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകുന്നു. അറ്റകുറ്റപ്പണി നടത്തണം, സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശണം, ചെമ്പുപാളികളല്ല സ്വർണ്ണപ്പാളികൾക്ക് സ്വർണം പൂശാനുള്ള നിർദ്ദേശം നൽകുന്നു. അത് ചെമ്പുപാളികളാണെന്ന് വ്യാജേനയാണ് ആ നീക്കം നടത്തുന്നത്. ആ നീക്കം നടത്തിയത് ഈ സ്വർണ്ണപ്പാളികൾ കടത്താനാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയാണ്. ഏറ്റവും പ്രധാനമായ കണ്ടെത്തൽ അതാണ്. അങ്ങനെ എല്ലാ തട്ടിപ്പിനും കൂട്ടുനിന്നതിൽ പ്രധാനിയായി രാജീവ് ഖണ്ഡർ മാറുകയാണ്. അതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഏതായാലും ഈ തന്ത്രിയിൽ അന്വേഷണം ഒതുങ്ങുമോ എന്ന ഒരു ചോദ്യമുണ്ട്. അത് വിശ്വാസികൾക്കിടയിൽ തന്നെ ആ ചോദ്യം ഉയർന്നുണ്ട്. ആ ചോദ്യത്തിന്റെ ഒക്കെ ഉത്തരം വരേണ്ടത് തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലാണ്. തന്ത്രി രാജീവ് ഖണ്ഡറെ വളരെ വിശദമായി ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിന് പുറമെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരുമിച്ചിരുത്തി അടക്കം ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം നൽകാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഏറെ വൈകാതെ തന്നെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയും ചെയ്യും. കോടതി എന്താണ് തീരുമാനിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. ഏതായാലും തന്ത്രി രാജീവ് ഖണ്ഡർക്ക് ഇതൊന്നും പ്രശ്നമല്ല എന്ന തരത്തിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. തൻ്റെ വാഹനത്തിലാണ്. പിന്നീട് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യപ്പെടുത്തിയതിനു ശേഷം പോലീസ് വാഹനത്തിലാണ് അവിടെ വിജിലൻസ് കോടതിയിലേക്ക് കൊല്ലത്തേക്ക് കൊണ്ടുപോകുന്നത്. മെഡിക്കൽ പരിശോധന നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് ഒറ്റവാക്കിൽ ഉത്തരമാണ്, തനിക്ക് പങ്കാളിത്തമില്ല, തന്നെ കുടുക്കിയതാണെന്ന ഉത്തരമാണ് തന്ത്രി രാജീവ് ഖണ്ഡർ നൽകുന്നത്. അങ്ങനെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള സംഘം കൃത്യമായ തെളിവുകൾ ശേഖരിച്ചാണ് രാജീവരെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ അത് അങ്ങനെയല്ലെന്ന് പറയുന്നു. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും രാജീവ് ഖണ്ഡറെയും ഒക്കെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലുണ്ട്. അതിൽ ഇനിയും ആരെങ്കിലും ഈ തട്ടിപ്പിൽ പങ്കാളികളാണോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഈ കട്ടിലപ്പാളി കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇനി മറ്റ് ഈ ദ്വാരപാലക വിഗ്രഹം അടക്കമുള്ള ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ മറ്റ് കാര്യങ്ങളുണ്ട്. അതിലൊക്കെ രാജീവ് ഖണ്ഡറുടെ പങ്കാളിത്തം പരിശോധിക്കേണ്ടതുണ്ട്. തൊണ്ടി കണ്ടെടുക്കുക എന്ന വലിയ ദൗത്യമുണ്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ. അതിലൊക്കെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ഖണ്ഡർ രാജീവരെ ചോദ്യം ചെയ്യുന്നത് പ്രധാനമാണ്. തന്ത്രി കുടുംബത്തിലെ പ്രധാനിയായ ഖണ്ഡർ രാജീവര് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അന്വേഷണ സംഘത്തിന് മുന്നിൽ പറയുമോ എന്നതാണ് ഏറ്റവും പ്രധാനമാകുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ, ചോദ്യം ചെയ്യൽ, അതൊക്കെ പ്രധാനമാണ്.